ഓൻ വലിയ ആളല്ലേ, അപ്പോൾ ഓന് നമ്മുടെ വോട്ടൊക്കെ എന്തിനാണ് എന്ന ഒരു മൈൻഡുമായിട്ട് നടക്കുന്ന കുറേയധികം മുസ്ലിം ലീഗുകാരുണ്ട്. ഇവരുടെ വോട്ട് നിലമ്പൂർ നിർണായകമാകും. അങ്ങനെ ഒരു പ്രസ്താവന പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോൺ ജോർജ് എന്ന ഒറ്റ പേരിലേക്ക് എത്തി നിൽക്കും. അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് തിരിയും എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനായിട്ട് സാധിക്കും. ആര്യടൻ ഷൗക്കത്ത് തന്നെയാണ് വിജയിക്കാനായിട്ടുള്ള സാധ്യത ഇപ്പോഴും നിലവിലുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യം ഏത് തരത്തിൽ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. നമസ്കാരം, വൈറ്റ് സ്വാൻ ടോക്സിലേക്ക് ഏവർക്കും സ്വാഗതം. നമസ്കാരം. കഴിഞ്ഞ കുറച്ച് കാലങ്ങളായിട്ട് ക്രൈസ്തവർക്ക് വളരെയധികം പരിഗണന കൊടുക്കുന്ന ഒരു പാർട്ടിയാണ് BJP. നിലമ്പൂരിലെ രാഷ്ട്രീയത്തിലേക്ക് വരികയാണെങ്കിൽ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ ക്രൈസ്തവ വോട്ടുകൾ BJPക്ക് കിട്ടാൻ സാധ്യതയുണ്ടോ? നിലമ്പൂരിൽ എന്താണ് സംഭവിക്കാൻ പോകുന്നത് എന്ന് പ്രവചനാതീതമായിട്ട് ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്. നിലമ്പൂർ സത്യത്തിൽ നമുക്ക് പിടിതരുന്നില്ല എന്നുള്ളതാണ് വാസ്തവം. നിലമ്പൂരിൽ നിന്ന് വരുന്ന പല റിപ്പോർട്ടുകളും ഏത് ദിശയിലേക്കാണ് അവിടുത്തെ ആളുകൾ ചിന്തിക്കുന്നത് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുന്നില്ല. പല പല അവകാശവാദങ്ങൾ ഒക്കെ ഉണ്ടെങ്കിൽ തന്നെയും അതിപ്പോൾ ഗ്രീഷ്മ ചോദിച്ച ആ ചോദ്യത്തിനുള്ള ഒരു ഉത്തരം തന്നെ ആദ്യം പറയാം. ഈ BJPയിലേക്ക് ക്രൈസ്തവർ പോകുന്നുണ്ടോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് വെറും ഒരു പ്രചരണം മാത്രമാണ് എന്ന് പറഞ്ഞ് നമുക്ക് ഒഴിവായി പോകാൻ പറ്റത്തില്ല. ഈ BJP പലപ്പോഴും ക്രൈസ്തവരെ സ്വാധീനിക്കുന്നുണ്ട്, അല്ലെങ്കിൽ അവരുടെ സ്വാധീന വലയത്തിലാക്കാൻ വേണ്ടി പരിശ്രമിക്കുന്നുണ്ട് എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഈ ഒരു വലയത്തിൽ ചില ക്രൈസ്തവ വിഭാഗങ്ങൾ പെട്ടിട്ടുണ്ട് എന്നുള്ളതും ഒരു വസ്തുതയാണ്. ഇന്നലെ താമരശ്ശേരി രൂപത കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഇതായിട്ട് പുറത്തു വന്നിരിക്കുന്ന ഒരു പത്രക്കുറിപ്പുണ്ട്. അതിൽ അവർ പറഞ്ഞിരിക്കുന്നത് എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ UDFന്റെ ജമാഅത്തെ ഇസ്ലാമിയോടുള്ള നിലപാടിൽ അവർക്ക് ശക്തമായ എതിർപ്പുണ്ട് എന്നാണ് അവർ ആ പ്രസ്താവനയിൽ പറഞ്ഞു വയ്ക്കുന്നത്. അങ്ങനെ ഒരു പ്രസ്താവന പുറത്തിറങ്ങിയിട്ടുണ്ടെങ്കിൽ അതിൻ്റെ പിന്നിൽ ആരെ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ഷോൺ ജോർജ് എന്ന ഒറ്റ പേരിലേക്ക് എത്തി നിൽക്കും. അദ്ദേഹമാണ് താമരശ്ശേരി രൂപതയുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത്, അവിടുത്തെ കത്തോലിക്ക കോൺഗ്രസ് നേതാക്കന്മാരുമായിട്ട് വളരെ അടുത്ത ബന്ധമുള്ളത്. ഈ കത്തോലിക്ക കോൺഗ്രസിലെ പല പ്രമുഖരായിട്ടുള്ള നേതാക്കന്മാർക്കും BJPയുമായിട്ട് അടുത്ത ബന്ധമുണ്ട് എന്ന് കരുതി എല്ലാവരും കത്തോലിക്ക കോൺഗ്രസ്സുകാരാണെന്നും വിചാരിക്കരുത്. നമ്മുടെയൊക്കെ ഇടവകയിൽ വളരെ ചുരുക്കം ആളുകളായിരിക്കും. 1000 പേരുള്ള ഇടവകയിലാണെങ്കിൽ ഒരു 10 പേര് മാത്രമായിരിക്കും കത്തോലിക്ക കോൺഗ്രസിൽ പ്രവർത്തിക്കാനായിട്ടുണ്ടാവുക. അതൊരു സംഘടന മാത്രമാണ്. ഈ സഭ BJPയിലേക്ക് ചായാനുള്ള കാരണം ഫണ്ടിങ് ഇഷ്യൂസ് ആണെന്ന് ഒരുപാട് പേര് പറയുന്നുണ്ട്. കാരണം രാജ്യം ഭരിക്കുന്നത് BJP ആണല്ലോ. അപ്പോൾ ഈ ഭരിക്കുന്ന സഭ എപ്പോഴും ഈ കത്തോലിക്ക സഭ മാത്രമല്ല, ഏത് മതം എടുത്താലും അവരുടെ ഏറ്റവും ഉന്നതരായ ആളുകൾ ആരാണോ അപ്പോൾ ഭരണത്തിലിരിക്കുന്നത് അവരെ പ്രീതിപ്പെടുത്തുന്ന തരത്തിലായിരിക്കും നിൽക്കുക എന്ന് പറയുന്നുണ്ട്. അല്ലാതെ മുമ്പോട്ട് പോകാൻ പറ്റത്തില്ലല്ലോ. കാരണം ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഭൂസ്വത്തുള്ള ഒരു മതമാണ് ഈ ക്രൈസ്തവ മതം എന്ന് പറയുന്നത്. അത് പല പേരിൽ ഇപ്പം സീറോ മലബാർ ആണെങ്കിലും മാർത്തോമയാണെങ്കിലും ഓർത്തഡോക്സ് ആണെങ്കിലും ജാക്കോബിറ്റ് ആണെങ്കിലും ഇതേതാ പെന്തക്കോസ്ത ആണെങ്കിലും ഏറ്റവും കൂടുതൽ അസറ്റ് ഉള്ളത്, അതായത് ഭൂമി ഉൾപ്പെടെയുള്ള അസറ്റ് ഉള്ളത് ഈ ക്രൈസ്തവ സഭകൾക്കാണ്. അപ്പോൾ ക്രൈസ്തവ സഭകൾക്ക് ഭരിക്കുന്ന പല ഉന്നതരായിട്ടുള്ള ബിഷപ്പുമാരായിക്കൊള്ളട്ടെ അതിൻ്റെ അധികാരികളൊക്കെ തന്നെ പലപ്പോഴും ഇതിൻ്റെ അകത്തുനിന്ന് പൈസയൊക്കെ അടിച്ചു മാറ്റാറുണ്ട്. അതല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട് പല പല ക്രമക്കേടുകൾ കാണിക്കാറുണ്ട്. ആ ക്രമക്കേടുകളിൽ നിന്നെല്ലാം ഒഴിഞ്ഞു മാറാനായിട്ട് തീർച്ചയായിട്ടും BJPയെ സൂചിപ്പിക്കേണ്ടതായിട്ട് വരും. 300 രൂപ റബ്ബറിന് നൽകി കഴിഞ്ഞാൽ തങ്ങൾ BJPക്ക് അനുകൂലമായ നിലപാട് സ്വീകരിക്കുമെന്നൊക്കെ പറയാനായിട്ട് ഒരു പിതാവിന് സാധിക്കണമെന്നുണ്ടെങ്കിൽ അതത്രേ ഉള്ളൂ എന്ന് കരുതുക. കാരണം മണിപ്പൂർ സംഭവങ്ങൾ മറന്നുപോയിട്ടുണ്ടോ? ഗ്രഹാം സ്റ്റെയിനെ നമ്മൾ മറന്നുപോയിട്ടുണ്ടോ? ഇല്ലല്ലോ. എത്രയോ ക്രൈസ്തവ സഭകൾക്ക് നേരെ എത്രയോ ആക്രമണങ്ങൾ ഈ ഭാരതത്തിൽ തന്നെ ഉണ്ടായിട്ടുണ്ട് എന്നുള്ള ഒരു ചരിത്രം അറിയാവുന്ന ഒരു ക്രൈസ്തവനും BJPയുടെ അല്ലെങ്കിൽ സംഘപരിവാർ ശക്തികളുടെ ഭാഗമാകില്ല എന്നുള്ളതൊരു യാഥാർത്ഥ്യമാണ്. ആ യാഥാർത്ഥ്യം അവിടെ നിൽക്കുമ്പോൾ തന്നെ നമുക്ക് തിരിച്ച് വീണ്ടും നമുക്ക് നിലമ്പൂരിലേക്ക് വരാം. നിലമ്പൂരിലേക്ക് നമ്മൾ വന്നു കഴിയുമ്പോഴത്തേക്ക് അവിടെ മാർത്തോമ സഭക്കാരുണ്ട്, ഓർത്തഡോക്സ് സഭക്കാരുണ്ട്, സീറോ മലബാർ സഭക്കാരുണ്ട്, അതോടൊപ്പം തന്നെ പെന്തക്കോസ്തക്കാരുണ്ട്, ജാക്കോബിറ്റുകാരുണ്ട്. ഇങ്ങനെ വിവിധ തലത്തിൽ ഉള്ള എല്ലാ ക്രിസ്ത്യൻ സമുദായങ്ങളും ഉള്ള ഒരു സ്ഥലമാണ് നിലമ്പൂർ എന്ന് പറയുന്നത്. അപ്പോൾ ഇവിടെ താമരശ്ശേരി രൂപതയുടെ ഒരു കത്തോലിക്ക കോൺഗ്രസിൻ്റെ ഒരു പത്രക്കുറിപ്പ് കൊണ്ട് ക്രിസ്ത്യാനികളുടെ വോട്ട് മുഴുവൻ UDFന് നഷ്ടമാകും എന്നൊന്നും ഞാൻ വിശ്വസിക്കുന്നില്ല. അതിനർത്ഥം മുഴുവൻ വോട്ടും UDFന് വീഴും എന്നുള്ളതുമല്ല. ഷോൺ ജോർജ് വളരെ കൃത്യമായിട്ട് ഈ നിലമ്പൂർ വർക്ക് ചെയ്യുന്നുണ്ട്. ക്രിസ്ത്യൻ സമുദായങ്ങൾക്കിടയിൽ വളരെ വലിയ രീതിയിലാണ് അദ്ദേഹം കാര്യങ്ങൾ നീക്കിക്കൊണ്ടിരിക്കുന്നത്. അവരുമായിട്ട് അടുത്ത് ഇടപഴകി അവരുടെ വോട്ടുറപ്പിക്കുന്നതിനുള്ള തത്രപ്പാടിലാണ് അദ്ദേഹമുള്ളത്. അദ്ദേഹത്തെ സംബന്ധിച്ചിട്ട് അദ്ദേഹത്തിൻ്റെ പഴയകാല ബന്ധങ്ങളൊക്കെ, അദ്ദേഹത്തിൻ്റെ പിതാവിനുള്ള ബന്ധങ്ങൾ, ഇതൊക്കെ പ്രയോജനപ്പെടുത്തി അതിനെയൊക്കെ വോട്ടാക്കി മാറ്റാനായിട്ട് ഷോൺ ജോർജ് ശ്രമിക്കുമെന്നുള്ള കാര്യം യാഥാർത്ഥ്യമാണ്. പക്ഷെ അപ്പോഴും സ്ഥാനാർത്ഥി അത്ര കണ്ട് സ്വീകാരനല്ലാത്ത, പരിചിതമല്ലാത്ത ഒരാളാണ്. അതായത് ഒരു കാര്യം നമ്മൾ മനസ്സിലാക്കുക, പല സ്ഥാനാർത്ഥികളും ഇപ്പോൾ കോൺഗ്രസിലെ ആയിക്കോട്ടെ, CPMലെ ആയിക്കോട്ടെ, അല്ലെങ്കിൽ BJPയിലെ ആയിക്കോട്ടെ, സ്ഥാനാർത്ഥികൾ തൻ്റെ സ്വന്തം ആ ഒരു മണ്ഡലത്തിൽ അല്ലെങ്കിൽ സ്വന്തം പഞ്ചായത്തിൽ മാത്രമേ സ്വീകാര്യനല്ലാതെ ആവുന്നുള്ളൂ. മറിച്ച് അതിൻ്റെ അപ്പുറത്തേക്ക് തൊട്ടടുത്ത
മണ്ഡലങ്ങളിലും പഞ്ചായത്തുകളിലൊക്കെ അയാൾ സ്വീകാര്യനായി മാറുന്ന ഒരു കാഴ്ചയുണ്ട്. പക്ഷെ അപ്പോഴും ഒരു വിശ്വാസത്തിന്റെ പ്രശ്നം വരും. കാരണം ഇന്നലെ വരെ ഇങ്ങനെയായിരുന്ന ഒരാളെ പെട്ടെന്ന് ഇങ്ങോട്ട് വരുമ്പോൾ ആളുകൾക്ക് അത്ര ഇതിനകത്ത് എന്താ കാര്യം വെച്ചാൽ ഒരു മാർത്തോമക്കാരനായിട്ടുള്ള ഒരു വ്യക്തി അയാൾ ഒന്നും കാണാതെ അല്ലെങ്കിൽ ഒരു ആലോചനയും ഇല്ലാതെ അല്ലെങ്കിൽ ആരുടെയെങ്കിലും ഒക്കെ പിന്തുണയില്ലാതെ ഒരിക്കലും അയാൾ BJPയുടെ സ്ഥാനാർത്ഥിയാവത്തില്ല. അതുകൊണ്ട് തന്നെ നമ്മൾക്കൊരു കാര്യം മനസ്സിലാക്കേണ്ടത് എന്താ വെച്ച് കഴിഞ്ഞാൽ അദ്ദേഹം അത്യാവശ്യത്തിന് വോട്ട് പിടിക്കും. മറ്റ് രാഷ്ട്രീയ നിരീക്ഷകരും മാധ്യമ പ്രവർത്തകരും ഒക്കെ പറയുന്ന പോലെയല്ല, BJP കഴിഞ്ഞ നിയമസഭാ ഇലക്ഷനിൽ പിടിച്ചതിനേക്കാൾ കൂടുതൽ വോട്ട് ഉറപ്പായും ഈ നിയമസഭാ തെരഞ്ഞെടുപ്പിൽ പിടിക്കും. അതിനു വേണ്ടിയിട്ടുള്ള കൃത്യമായ ഒരു വർക്ക് പാറ്റേൺ അവർക്കുണ്ട്. അത് വളരെ സൈലന്റ് ആയിട്ടുള്ള ഓപ്പറേഷൻസ് ആണ്. അതിൽ അവർ വോട്ടിന്റെ ശതമാനം വർദ്ധിപ്പിക്കും എന്ന കാര്യത്തിൽ ഒരു തർക്കവും വേണ്ട. അങ്ങനെ വോട്ട് വർദ്ധിപ്പിക്കുകയാണെങ്കിൽ ആർക്കായിരിക്കും? UDF-നായിരിക്കുമോ LDF-നായിരിക്കും? അത് തീർച്ചയായിട്ടും അത് UDF-നെ ആയിരിക്കും ബാധിക്കുക. പിന്നെ വേറൊരു വശം നമുക്ക് പറയാനുള്ളത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഷോൺ ജോർജ് NDAക്ക് വേണ്ടിയിട്ട് ഇവിടെ വളരെ സ്ട്രോങ് ആയിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. മറുവശത്ത് LDF-ന് വേണ്ടിയിട്ട് റോഷി അഗസ്റ്റിനും അതോടൊപ്പം തന്നെ കേരള കോൺഗ്രസ് എമ്മിന്റെ പാർട്ടി ചെയർമാനായിട്ടുള്ള ജോസ് കെ മാണിയും ഒക്കെ വീടുകൾ കയറി വർക്ക് ചെയ്യുന്നുണ്ട്. ഇതെല്ലാം സൈലന്റ് ആയിട്ടുള്ള പ്രവർത്തനങ്ങളാണ്. അവിടെ ഈ മധ്യ തിരുവിതാംകൂറിൽ നിന്നൊക്കെ കുടിയേറിയിട്ടുള്ള ഒരുപാട് കർഷകർ അവിടെയുണ്ട്. അപ്പോൾ അവരിലൊക്കെ സ്വാധീനം ചെലുത്താനായിട്ട് ഈ പറയുന്ന ആളുകളുടെ സന്ദർശനം കാര്യമാകും. ജോസ് കെ മാണി ആയിക്കൊള്ളട്ടെ അല്ലെങ്കിൽ റോഷി അഗസ്റ്റിൻ ആയിക്കോട്ടെ, അവിടെ നിലമ്പൂരിലെ ആളുകൾക്കിടയിൽ ഓരോ ആളുകളുടെ വീടുകളിലേക്ക് കയറി ചെല്ലുമ്പോൾ അവർക്ക് കിട്ടുന്ന സ്വീകാര്യത, KM മാണിയുടെ സഹായം സ്വീകരിക്കാത്തവർ ആയിട്ട് ഈ നിലമ്പൂർ മേഖലയിൽ ആളുകൾ കുറവായിരിക്കും. കാരണം ഈ പട്ടയുമായി ബന്ധപ്പെട്ടിട്ടുള്ള കുടിയേറ്റ കർഷകർ. അപ്പോൾ അദ്ദേഹത്തിന്റെ മകൻ നിലമ്പൂരിലുള്ള ഓരോ വീടുകളിലേക്കും കയറി ചെല്ലുന്ന സമയത്ത് അവിടെ വലിയ സ്വീകാര്യത കിട്ടും. ചാണ്ടിയുമ്മൻ കിട്ടുന്ന പോലെയുള്ള ഒരു സ്വീകാര്യത കിട്ടും. അത് കോൺഗ്രസിനകത്ത് ഒരു ക്രിസ്ത്യൻ വീടുകളിൽ കയറി ചെന്ന് കഴിഞ്ഞാൽ സ്വീകാര്യത കിട്ടുന്ന ഒരു നേതാവ് ചാണ്ടിയുമ്മൻ മാത്രമേ ഉള്ളൂ. വേറെ ഘടകകക്ഷികളിലാണെങ്കിലും കോൺഗ്രസിലാണെങ്കിലും അങ്ങനെ സ്വീകാര്യതയുള്ളൊരു നേതാവില്ല എന്നുള്ളൊരു യാഥാർത്ഥ്യമാണ്. ഇപ്പോൾ സണ്ണി ജോസഫ് ഒക്കെ KPCC പ്രസിഡന്റാണ്. റോജി M ജോൺ നല്ലൊരു ക്രൈസ്തവനാണ്. മാത്യു കുഴൽനാടനുണ്ട്, എൽദോസ് കുന്നപ്പള്ളി ഉണ്ട്. പക്ഷെ ഇവർക്കൊന്നും ലഭിക്കാത്ത സ്വീകാര്യത ഇവർക്ക് ലഭിക്കുന്ന ഈ ചാണ്ടിയുമ്മനും ഈ പറഞ്ഞ ജോസ് കെ മാണിക്കും ഈ പറഞ്ഞ ഷോൺ ജോർജിനും ഒക്കെ നിലമ്പൂരിൽ കിട്ടുന്നുണ്ട്. ഇങ്ങനെ കിട്ടുന്ന വോട്ടുകൾ, അതുകൊണ്ട് തന്നെ ക്രൈസ്തവരുടെ വോട്ടുകൾ ഏത് ഭാഗത്തേക്ക് തിരിയും എന്ന് നമുക്ക് ഇപ്പോൾ പ്രവചിക്കാനായിട്ട് സാധിക്കത്തില്ല. പക്ഷേ മൂന്ന് മുന്നണികൾക്കും വേണ്ടിയിട്ട് വോട്ടുകൾ പിടിക്കാൻ വേണ്ടിയിട്ട് മക്കൾ നിലമ്പൂരുണ്ട്. കോൺഗ്രസിന് വേണ്ടി ചാണ്ടിയുമ്മനാണെങ്കിൽ LDF-ന് വേണ്ടിയിട്ട് ജോസ് കെ മാണിയുണ്ട്. അതോടൊപ്പം തന്നെ NDAക്ക് വേണ്ടി BJPക്ക് വേണ്ടിയിട്ട് ഷോൺ ജോർജ് ഉണ്ട്. ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ അവിടുത്തെ ക്രിസ്ത്യാനികളുടെ വോട്ട് ആരുടെ മകനായിരിക്കും കൂടുതൽ പിടിക്കുക എന്നതിനെ ആശ്രയിച്ച് തന്നെ അവിടുത്തെ വിജയമുണ്ട്. അല്ലെങ്കിൽ ക്രൈസ്തവരുടെ വോട്ടിന്റെ വിഹിതം കൂടുതൽ ആർക്ക് കിട്ടും എന്ന് നമുക്ക് പറയാനായിട്ട് സാധിക്കുകയുള്ളൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം. ഇപ്പൊ നിലവിലത്തെ സാഹചര്യം നോക്കുകയാണെങ്കിൽ കഴിഞ്ഞ 2 ആഴ്ച മുൻപ് നമ്മൾ സ്വരാജിന് മുൻതൂക്കം പറഞ്ഞിരുന്നു. പക്ഷെ ഇപ്പോ ആര്യാടൻ ഷൗക്കത്തിലേക്ക് വരുന്നൊരു സാഹചര്യം ഉണ്ടെന്ന് തോന്നുന്നു. കാരണം എന്താണെന്ന് വെച്ചാൽ ഈ ചാണ്ടിയുമ്മന്റെ ഒരു പ്രസൻസ് ഭയങ്കരമായിട്ടും വ്യത്യാസം, ചാണ്ടിയുമ്മൻ ഒരുപാട് മാറി എന്നൊക്കെ പറഞ്ഞ ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്. എന്താണ് അങ്ങേക്ക് തോന്നുന്നത്? അവിടെ നടക്കാൻ പോകുന്നൊരു സംഭവം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവിടെ ആളുകളെല്ലാം വളരെ സാധാരണക്കാരായിട്ടുള്ള ആളുകളാണ്. പിന്നെ ചെറുകിട കച്ചവടക്കാര്. ഇപ്പോൾ ഈ ചെറുകിട കച്ചവടക്കാരെ സംബന്ധിച്ചിട്ടുണ്ടെങ്കിൽ അവർ പൂർണ്ണമായിട്ടും PV അൻവറിനെ പിന്തുണയ്ക്കുന്ന ഒരു സമീപനമാണ് ഉള്ളത്. അതോടൊപ്പം തന്നെ മുസ്ലിം ലീഗ്, ഈ മുസ്ലിം ലീഗിനെ സംബന്ധിച്ചിട്ട് മുസ്ലിം ലീഗ് ഇപ്പോഴും വളരെ ശക്തമായിട്ട് പ്രവർത്തന രംഗത്ത് ഉണ്ടെങ്കിലും പല മുസ്ലിം ലീഗ് പ്രവർത്തകരിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്ന ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൻ വലിയ ആളല്ലേ, ആര് ഷൗക്കത്തിനെ കുറിച്ച് പറയുന്നത്, ഓൻ വലിയ ആളല്ലേ, അപ്പോൾ ഓന് നമ്മുടെ വോട്ടൊക്കെ എന്തിനാണ് എന്ന ഒരു മൈൻഡുമായിട്ട് നടക്കുന്ന കുറേയധികം മുസ്ലിം ലീഗുകാരുണ്ട്. ഇവരുടെ വോട്ട് നിലമ്പൂർ നിർണായകമാകും. മുസ്ലിം ലീഗിന്റെ മുഴുവൻ വോട്ടുകളും ആര്യാടൻ ഷൗക്കത്തിന് വീഴുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്ത് അവിടെ വൻ ഭൂരിപക്ഷത്തിന് വിജയിക്കും. മറിച്ച് ഈ വോട്ടുകൾ PV അൻവറിലേക്കോ M സ്വരാജിലേക്ക് പോകുന്ന ഒരു സാഹചര്യം ഉണ്ടായിക്കഴിഞ്ഞാൽ ആര്യാടൻ ഷൗക്കത്തിന്റെ അവസ്ഥ വളരെ പരിങ്ങലിലായിരിക്കും. ഒരു കാര്യം നമുക്ക് തറപ്പിച്ച് പറയാനായിട്ട് സാധിക്കും, ആര്യാടൻ ഷൗക്കത്ത് തന്നെയാണ് വിജയിക്കാനായിട്ടുള്ള സാധ്യത ഇപ്പോഴും നിലവിലുള്ളത്. പക്ഷേ ഈ രാഷ്ട്രീയ സാഹചര്യം ഏത് തരത്തിൽ മാറും എന്ന് നമുക്ക് പറയാൻ പറ്റത്തില്ല. സർക്കാരിനെതിരെയുള്ള ഭരണവിരുദ്ധ വികാരം, ഈ ഭരണവിരുദ്ധ വികാരം നമ്മൾ കാണാതെ പോയിരിക്കാൻ പറ്റത്തില്ല. പക്ഷേ ഇപ്രവശത്ത് അപ്പോഴും പ്രശ്നമുണ്ട്. പ്രതിപക്ഷത്തിന്റെ ഒരു ശക്തിയില്ലായ്മ അല്ലെങ്കിൽ പ്രതിപക്ഷ സമരങ്ങളെല്ലാം പരാജയപ്പെട്ടുകൊണ്ടിരിക്കുന്നത് ഇതും ജനങ്ങൾ കണ്ടുകൊണ്ടിരിക്കുകയാണ്. പ്രതിപക്ഷം ജനങ്ങളുടെ പ്രശ്നങ്ങൾ ഇടപെടാത്തത് അല്ലെങ്കിൽ ഇടപെടുന്ന പ്രശ്നങ്ങളുടെ ഫോളോ അപ്പ് ഇല്ലാത്തത്, ഇതൊക്കെ ജനങ്ങൾ ചർച്ച ചെയ്യുന്നുണ്ട്. അപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മളൊരു വാർത്താ ചാനലിൽ കണ്ടതാണ്, ഈ അൻവർക്കെയാണ് ഇവിടെ വന്ന് ഞങ്ങളുടെ എല്ലാ കാര്യങ്ങളിലും ഇടപെടുന്നത്. 9 കൊല്ലമായിട്ടും അൻവർ തന്നെയായിരുന്നു അവിടുത്തെ MLA. അപ്പോ ചെയ്യാൻ പറ്റിയിട്ടില്ലേ എന്ന് ആളുകൾ ചോദിക്കുന്നത് തെറ്റുണ്ട്. അവിടുത്തെ റോഡുകളും കാര്യങ്ങളും ഒക്കെ കൃത്യമായിട്ട് ചെയ്തിട്ടുണ്ട്. അവിടുത്തെ റോഡുകൾ, പല റോഡുകളും ഈ 9 വർഷങ്ങൾക്ക് മുമ്പുണ്ടായിരുന്ന റോഡുകളോ ഒന്നുമല്ല. ഈ വനത്തിന്റെ പ്രശ്നങ്ങളുണ്ടല്ലോ, വന്യജീവി പ്രശ്നങ്ങൾ, അത് സംസ്ഥാന സർക്കാർ മാത്രം തീരുമാനിച്ച് പരിഹരിക്കാൻ പറ്റുന്നൊരു വിഷയമല്ല. അത് കേന്ദ്ര സർക്കാരിൻ്റെയും കൂടി ഇടപെടലുകൾ ഉണ്ടാവേണ്ടതാണ്. പക്ഷെ അത് സംസ്ഥാന സർക്കാർ കൃത്യമായ പ്രൊജക്റ്റുകൾ നൽകുകയും ആ പ്രൊജക്റ്റുകൾ ഇംപ്ലിമെന്റ് ചെയ്യുകയൊക്കെ ചെയ്യേണ്ടതായിരുന്നു. പക്ഷെ അതിന് സർക്കാരിന് സാധിച്ചിട്ടില്ല. അതാണല്ലോ ഞാൻ പറഞ്ഞ ഭരണവിരുദ്ധ വികാരം കൂടി അവിടെ നിലവിലുണ്ട്.
അപ്പോൾ ഭരണവിരുദ്ധ വികാരം അവിടെ ഉണ്ട് എന്നുള്ളത് യാഥാർത്ഥ്യമാണ്. എന്നാലും അവിടെ ഏറ്റവും ഒടുവിൽ വരുക ജാതി സമവാക്യങ്ങളൊക്കെ അവിടെ ചർച്ച ചെയ്യപ്പെടും. അതിൻ്റെയൊക്കെ അടിസ്ഥാനത്തിലായിരിക്കും അവിടുത്തെ വോട്ടിംഗ് നടക്കുക. അതോടൊപ്പം തന്നെ സ്ഥാനാർത്ഥികളെ നോക്കി വോട്ട് ചെയ്യുന്ന ആളുകളുണ്ടാവും. അതിലൊക്കെ അപ്പുറത്ത് ഏതാണ് പ്രധാന ഘടകമായി മാറുക എന്നുള്ളത് നമുക്ക് ഇപ്പോൾ പറയാനായിട്ട് സാധിക്കത്തില്ല. ഭരണവിരുദ്ധ വികാരമാണോ, അതോ അൻവറിനോടുള്ള ആളുകളുടെ സ്നേഹമാണോ, അവിടുത്തെ പ്രാദേശിക വികസനമാണോ, പ്രതിപക്ഷത്തിൻ്റെ പ്രവർത്തനങ്ങളാണോ അവിടെ വിലയിരുത്തപ്പെടുക എന്നുള്ളത് വരും ദിവസങ്ങളിൽ മാത്രമേ നമുക്ക് പറയാൻ സാധിക്കൂ എന്നുള്ളതാണ് എൻ്റെ അഭിപ്രായം.